നമസ്കാരം. BBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നുവെന്ന ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനമിഴി 2024 സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തി. നേശ്ശേരി തൂക്കുംപസാടിൽ റോഡ് നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് 15-ന് സൂചന ബസ് സമരം നടത്തുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആനക്കുളത്ത് പുഴയിൽ വെള്ളം കുടിക്കാൻ കാട്ടാനകൾ എത്തിയോ എന്നറിയാൻ ടെലഗ്രാം ചാനലുമായി വനംവകുപ്പ്. ആനക്കുളം എലഫന്റ് ഓർ എന്ന പേരിലാണ് വനംവകുപ്പ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അടിമാലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ആവറുകുട്ടി വനമേഖലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ഉൾവനത്തിൽ പാറയിടുക്കിന് സമീപമാണ് മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. വാർത്തകൾ വിശദമായി. കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നുവെന്ന ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സുപ്രീം കോടതിയെ സമീപിച്ചിട്ടും സർക്കാരിന് ഒരു ഗുണവും ഉണ്ടായില്ല. കോടതിയെ സമീപിച്ചവർ എന്തിന് സെറ്റിൽമെന്റിന് ശ്രമിക്കുന്നു? കേരളത്തിന് പണം കിട്ടാതിരുന്നെങ്കിൽ അതിന് കാരണം കേരളം തന്നെയാണ്. ഒരു സംസ്ഥാനത്തിന്റെയും ആനുകൂല്യം വെട്ടിക്കുറയ്ക്കാൻ കഴിയില്ല. പിണറായിക്ക് രാഷ്ട്രീയ ലക്ഷ്യമാണ് ഉള്ളതെന്നും മകൾക്കെതിരെയുള്ള ആരോപണം മറച്ചുവെക്കാൻ വേണ്ടിയാണ് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാക്കുന്നതെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്ന ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പിണറായിയുടെ രാഷ്ട്രീയ ലക്ഷ്യം മകൾക്കെതിരെയുള്ള ആരോപണം മറച്ചുവെക്കുക എന്നുള്ളതാണെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ള പരാതി അടിസ്ഥാനമില്ലാത്തതാണെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുക. മുഖ്യമന്ത്രിയും സർക്കാരും CPM-ഉം വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രചരണം ഈ കാര്യത്തിൽ നടത്തിയത് അടിസ്ഥാനമില്ലാത്ത ഒരു പ്രചരണമായിരുന്നു എന്നുള്ളതാണ് സത്യം. കേരളത്തിൻ്റെ വാദങ്ങൾ ഒരു ലിറ്റിഗേഷനായി സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി കേരളത്തിന് അനുകൂലമായൊരു വിധി ഞങ്ങൾ സമ്പാദിക്കും എന്ന് പറഞ്ഞാണ് അവർ കോടതിയിൽ പോയത്. ഭരണഘടനാപരമായി കേരളത്തിന് ലഭിക്കേണ്ട, നിയമപരമായി കേരളത്തിന് ലഭിക്കേണ്ട നികുതി വിഹിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്രം പിടിച്ചുവെക്കുന്നു എന്നുള്ള ആരോപണമാണ് സംസ്ഥാന ഗവൺമെൻറ് ഉന്നയിച്ചത്. മാത്രമല്ല, കേരളത്തിൻ്റെ വായ്പാ പരിധിയുടെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന നീതിയല്ല കേരളത്തിനോട് കാണിക്കുന്നത്. ഈ രണ്ട് ആർഗ്യുമെൻ്റായിരുന്നു പ്രധാനമായിട്ടുണ്ട്. വായ്പാ പരിധിയുടെ കാര്യത്തിൽ മറ്റ് സ്റ്റേറ്റുകളോട് കാണിക്കുന്ന സമീപനമല്ല കേരളത്തിനോട് കാണിക്കുന്നത്. ഇത് പറഞ്ഞാണ് കോടതി പോയത്. ഇത് പറഞ്ഞ് കോടതി പോയ ആൾക്കാർ എന്തിനാണ് സെറ്റിൽമെൻറ്റിന് സംസാരിക്കുന്നത്? സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിക്കില്ലേ? കേരളത്തിന് നിയമപരമായി ലഭിക്കേണ്ട നികുതി വിഹിതവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ കേരള സർക്കാരിന് കഴിയുമോ? കേരളത്തിന് ആവശ്യമായിട്ടുള്ള വായ്പ എടുക്കാനുള്ള അവസരം മാത്രമായിട്ട് നിഷേധിക്കപ്പെടുന്നു എന്നുള്ള കാര്യം സാധിക്കുമോ? അപ്പോൾ ഇത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രചരണമാണ്. പിണറായി വിജയൻ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു പ്രചാരണത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. മകളുടെ പേരിൽ തനിക്കെതിരെ ഉയർന്നു വന്ന മാസപ്പടി കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് മുഖ്യമന്ത്രി ജനങ്ങളെ കബളിപ്പിച്ചത്. കേന്ദ്രം വനനിയമം ഭേദഗതി ചെയ്തു, ഒരു നന്ദി വാക്ക് പറഞ്ഞില്ല. ഭൂനിയമം ഭേദഗതിയിൽ വൻകൊള്ളയാണ് പിണറായി സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. കൃഷിക്കാരെ സഹായിക്കാനല്ല നിയമം, അത് പിടിച്ചുവെച്ചതിന് ഗവർണർക്കെതിരെ നിൽക്കുകയാണെന്നും ബില്ല് വേഗത്തിൽ പാസ്സാക്കാമെന്ന് കരുതേണ്ടെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. കേന്ദ്രവും രാജ്ഭവനും ജനങ്ങൾക്കൊപ്പമാണ്.
വന്യജീവികളുടെ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണം പോലും ഇവിടെ ഉപയോഗിക്കുന്നില്ല. എന്നിട്ടും ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കാൻ ഇടതുമുന്നണി ശ്രമിക്കുകയാണെന്നും പ്രതിപക്ഷവും ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിൽ BJP സ്ഥാനാർത്ഥികളെ വളരെ വേഗത്തിൽ പ്രഖ്യാപിക്കുമെന്ന് കെ. സുരേന്ദ്രൻ വ്യക്തമാക്കി. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ആണെങ്കിൽ BJP മത്സരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ NDAയുടെ മത്സരമായിരിക്കും ഉണ്ടാവും. വയനാട് തിരിച്ചെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വയനാട് തിരിച്ചെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ നല്ല കാൻഡിഡേറ്റ് ഉണ്ടാവും. അത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. വയനാട് സീറ്റ് തിരിച്ചെടുക്കുമെന്നും ശക്തനായ സ്ഥാനാർത്ഥിയായിരിക്കും അവിടെ ഉണ്ടാവുകയെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. തൊടുപുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് N. ഹരി, ജില്ലാ പ്രസിഡന്റ് KS സജി, BDJS സംസ്ഥാന സെക്രട്ടറി ഷൈൻ കൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി VN സുരേഷ്, VS രതീഷ്, PA വേലുക്കുട്ടൻ, നോബിൾ മാത്യു, P. ശ്യാംരാജ്, PP സജീവ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഡൽഹിയിൽ വെച്ച് നടന്ന വാക്കോ ഇന്ത്യ ഓപ്പൺ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ തിളക്കമാർന്ന നേട്ടവുമായി കുട്ടിക്കാനം മരിയൻ കോളേജിലെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾ. സഹോദരങ്ങളായ ജോൺ ജോബി, പോൾ ജോബി എന്നിവരാണ് കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കി കോളേജിന് അഭിമാനമായി മാറിയത്. ഡൽഹിയിൽ വെച്ച് നടന്ന കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കി കുട്ടിക്കാനം മരിയൻ കോളേജിലെ ആദ്യ വർഷ വിദ്യാർത്ഥികൾ. BSWയിലെ ജോൺ ജോബിയും BA എക്കണോമിക്സിലെ പോൾ ജോബിയുമാണ് മത്സരത്തിൽ 3ാം സ്ഥാനം സ്വന്തമാക്കിയത്. ഞാൻ പഠിക്കുന്നത് കുട്ടിക്കാനം മരിയൻ കോളേജിലാണ്. അവിടെ ഫസ്റ്റ് ഇയേഴ്സ് ഡിഗ്രി വിദ്യാർത്ഥികളാണ് ഞങ്ങൾ രണ്ടുപേരും. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ ഈ ഒരു ഗെയിമിനായിട്ട് വളരെയധികം പ്രോത്സാഹിപ്പിച്ച ആദ്യമേ തന്നെ എൻ്റെ പേരൻസിനും പിന്നെ അതുപോലെ തന്നെ സ്കൂളിലെ ഞങ്ങളുടെ ഫിസിക്കൽ എഡ്യൂക്കേഷനിലെ HOD ബോബി സാറിനും ഞങ്ങളുടെ കോച്ചായ വിവേക് സാറിനും 1000 നന്ദി പറയുന്നു. പരിശീലകൻ വിവേക് ASഉം കോളേജിലെ ഫിസിക്കൽ ട്രെയിനർ ബോബിയുമാണ് ഇവർക്ക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിന് വേണ്ട എല്ലാവിധ പ്രോത്സാഹനവും നൽകിയത്. 2020 മുതൽ ഇരുവരും ഡിൻഡോ ഡെന്നിയുടെ കീഴിലാണ് പരിശീലനം അഭ്യസിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനമിഴി 2024 സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തി. ഇടുക്കി വെള്ളാപ്പാറ ഫോറസ്റ്റ് ഡോർമെറ്ററി ഹാളിൽ നടന്ന ക്യാമ്പ് ഇടുക്കി സബ് കളക്ടർ അരുൺ S. നായർ ഉദ്ഘാടനം ചെയ്തു. കാഴ്ചയ്ക്ക് കൂട്ടായി കാടിന്റെ കാവലാളുകൾ എന്ന സന്ദേശമുയർത്തി കേരള വനം വകുപ്പിലെ സംരക്ഷണ വിഭാഗം ജീവനക്കാരുടെ സംഘടനയായ KFPSA ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനമഴി 2024 സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജിലെ നേത്രരോഗ വിഭാഗത്തിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇടുക്കി വെള്ളാപ്പാറ ഫോറസ്റ്റ് ഡോർമെറ്ററി ഹാളിൽ നടന്ന പരിപാടി ഇടുക്കി സബ് കളക്ടർ അരുൺ S. നായർ ഉദ്ഘാടനം ചെയ്തു. ഗുണകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ നമുക്ക് ശമ്പളം വാങ്ങുക, നമുക്ക് പറഞ്ഞിട്ടുള്ള ജോലി ചെയ്യുക എന്നതിലുപരിയായി നാട്ടുകാർക്കുള്ള സേവനം ചെയ്യുക എന്നുള്ള ഒരു ആപ്തവാക്യം അവരുടെ മനസ്സിൽ എവിടെയൊക്കെയോ സൂക്ഷിക്കുന്നുണ്ട് എന്ന് അറിയുന്നതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. അതിന്റെ ഭാഗമാണ് ഇത്രയും ഒരു എഫേർട്ട് എടുത്തുകൊണ്ട് അവരുടെ ജോലിക്ക് പുറത്തു നിന്നുകൊണ്ടുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട്, അത് നാട്ടുകാർക്ക് സേവനം ചെയ്യുന്ന ഒരു കാര്യം ചെയ്യാനായിട്ട് ഇത്രയും ഒരു സംഘാടന മികവ് ഇന്നിപ്പോൾ ഈ KFPSA ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് അത് വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ്. സർക്കാർ സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ നേത്രദാനം നടത്തുവാൻ മുന്നിട്ടിറങ്ങണമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ അരുൺ S. നായർ പറഞ്ഞു. KFPSA ഇടുക്കി മേഖലാ പ്രസിഡന്റ് PS. വിശ്വജിത്ത് അധ്യക്ഷത വഹിച്ചു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ അനുമോദന സന്ദേശം നൽകി. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു. KFPSA ഇടുക്കി മേഖലാ സെക്രട്ടറി അനീഷ് T. തോമസ്, ഇടുക്കി ജില്ലാ സൗത്ത് പ്രസിഡന്റ് K. വിജയകുമാർ, PS. നവാസ്, G. ജയചന്ദ്രൻ, PK. വിപിൻ ദാസ്, ഡോക്ടർ മീര മാത്യു, ആനിമ ഫ്രാൻസിസ്, A. അനിലാൽ, A. സനൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കൊലുമ്പൻ കോളനി, പെരുങ്കാല, വട്ടമേട്, മണിയാകുടി എന്നീ ട്രൈബൽ സെറ്റിൽമെന്റ് കോളനി നിവാസികളും വനം വകുപ്പ് ജീവനക്കാരും പരിപാടിയിൽ പങ്കെടുത്തു. നിർധനരായ 20 പേർക്ക് സൗജന്യമായി കണ്ണടയും ക്യാമ്പിൽ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നെയ്ശ്ശേരി തൂക്കുംബസാഡിൽ റോഡ് നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് 15-ന് സൂചനാ ബസ് സമരം നടത്തുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിനു പുറമെ ബഹുജന സമരങ്ങളും നടത്തുമെന്ന് ബഹുജന സമരസമിതിയും വ്യക്തമാക്കി. റോഡ് നിർമ്മാണം വൈകുന്നതിന് കാരണം വിവിധ വകുപ്പുകളുടെ ഐക്യമില്ലായ്മയാണെന്നും ഇത് ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നും ഇരു സംഘടനകളും ആരോപിച്ചു.
റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 232 കോടി രൂപയ്ക്ക് 33.50 കിലോമീറ്റർ നിർമ്മാണം ആരംഭിച്ച നെയ്യശ്ശേരി തൂക്കുമ്പ സാഡിൽ എന്ന തൊമ്മൻകുത്ത് ടൂറിസ്റ്റ് കേന്ദ്രം അടക്കമുള്ള റോഡ് പണി KSTP അധികൃതരുടെ നേതൃത്വത്തിൽ നടന്നുവരികയാണ്. കരാർ കമ്പനി പരിചയസമ്പന്നരല്ലാത്തവർക്ക് ഉപജോലികൾ നൽകി കൃത്യവിലോപം കാണിക്കുകയാണെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും ബഹുജന സമരസമിതിയും ആരോപിച്ചു. വിവിധ വകുപ്പുകളുടെ ഐക്യമില്ലായ്മയും റോഡ് പണി മനഃപൂർവ്വം ഇഴയിപ്പിക്കുന്നതുമെല്ലാം ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇവർ വ്യക്തമാക്കി. ഈ പാലം പണിയാൻ താമസപ്പെടുത്തി പാലത്തിന്റെ ബർത്ത് സ്വാഭാവികമായ നീരൊഴുകയെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഇതിന്റെ പ്ലാറ്റ്ഫോം ഭൂമിയുടെ അടിയിലേക്ക് പോകാതെ അത് വെടിവെച്ച് കൂടുതൽ പണം ചെലവാക്കി ഇതിന്റെ ബർത്ത് ഇടണം എന്നുള്ളത് കൊണ്ട് അവിടെ ലാഭമുണ്ടാക്കി ഈ കരാർ കമ്പനി ഉയർത്തിപ്പണിത് നിമിത്തം ഏകദേശം 5 അടിയോളം ഉയരത്തിൽ താഴ്ചയിൽ ആ പാലത്തിന് പിന്നിലേക്കുള്ള വശത്ത് വെള്ളം തടയണയായി രൂപാന്തരപ്പെട്ട് കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത്. സ്വാഭാവികമായ നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുവാൻ ഒരു അതോറിറ്റിക്കും റൈറ്റില്ല എന്നുള്ളതാണ് നിയമം. ആ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് കരാറുകാരൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചേർന്നുകൊണ്ട് DPR അനുസരിച്ചല്ല പാലം പണിതിരിക്കുന്നത് എന്നുള്ള ആക്ഷേപം നാളുകളായി വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഉന്നയിച്ചു വരികയാണ്. കോട്ടക്കവലയിൽ നിന്ന് 1 കിലോമീറ്റർ കൃത്യദൂരത്തിലാണ് ഈ പാലം പൊളിച്ചിട്ടിരിക്കുന്നത്. ഈ പാലത്തിന്റെ വശത്താണ് ഒരു ഖനന കമ്പനി സ്ഥിതി ചെയ്യുന്നത്. കോട്ടക്കവലയിൽ നിന്ന് വഴി ഡൈവേർട്ട് ചെയ്ത് 3.5 കിലോമീറ്റർ അധികം സഞ്ചരിച്ച് ആണ് ഈ വഴിയിലെ മറ്റേ എൻഡിലേക്ക് കൂട്ടിമുട്ടുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ജോലി ഏറ്റെടുക്കുന്ന കരാർ കമ്പനി പാലം പൊളിച്ചതിനൊപ്പം തന്നെ JCBയുടെ കൈ ഉപയോഗിച്ച് റോഡ് റഫാക്കി ഒരു ഇരുചക്ര വാഹനത്തിന് പോലും അവിടെയുള്ള നാട്ടുകാർക്ക്, പാലം വരെയുള്ള നാട്ടുകാർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒബ്സ്ട്രക്ഷൻ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. നിരവധി ആളുകൾ 2 വീലർ ഉപയോഗിച്ച് വീണ പരിക്കു പറ്റുന്ന സാഹചര്യം അനസ്യൂതം തുടരുകയാണ്. ഈ കരാർ കമ്പനി ഖനന ലോബിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ ഹെവി വാഹനങ്ങൾ സുഗമമായി കടന്നു പോകുന്നതിന് വേണ്ടി ഈ പാലം ഈ വർക്ക് ടെൻഡറായ അന്ന് തന്നെ പൊളിച്ചിട്ട് കോട്ടക്കവലയിൽ നിന്ന് വഴി ഡൈവേർട്ട് ചെയ്ത് എന്നുള്ള ആക്ഷേപം ഞങ്ങൾ ഉന്നയിക്കുകയാണ്. ഇവിടുത്തെ ഭരണസമിതികൾ, പഞ്ചായത്ത് അടക്കമുള്ള ജനപ്രതിനിധികൾ അവർ ഈ വിഷയത്തിൽ അതിൻ്റെ ഗൗരവങ്ങൾ കൊണ്ടുകൊണ്ട് ഇടപെടുന്നില്ല എന്നുള്ള ആക്ഷേപവും ഈ മാധ്യമ സമ്മേളനത്തിൽ ഉന്നയിക്കാൻ മുതിരുകയാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് 15-ന് ഈ റൂട്ടിൽ ഓടുന്ന ബസ്സുകൾ സർവീസ് മുടക്കി സൂചനാ സമരം നടത്തുന്നത്. വിഷയത്തിൽ നടപടി സ്വീകരിക്കുന്നതുവരെ ബഹുജന സമരങ്ങളും നടത്തുമെന്ന് ബഹുജന സമരസമിതിയും വ്യക്തമാക്കി. അധികൃതർ ഈ വിഷയം ഗൗരവമായി എടുത്ത് എത്രയും പെട്ടെന്ന് റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് സംഘടനകൾ ആവശ്യപ്പെട്ടു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജനകീയ സമിതി ചെയർമാൻ മനോജ് കോക്കാട്ട്, ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രതിനിധികളായ ഷാജി മൺസൂര്യ, ജോബി ഐപ്പ്, മുജീബ് പാലാഴി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇളംദേശം ബ്ലോക്ക് ആലക്കോട് പഞ്ചായത്ത് കോൺഗ്രസ് മെമ്പർമാർ ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. തുടർന്ന് നടത്തിയ യോഗം DCC സെക്രട്ടറി തോമസ് മാത്യു കക്കുഴി ഉദ്ഘാടനം ചെയ്തു. മാത്യു കെ ജോൺ അധ്യക്ഷത വഹിച്ചു. നിരവധി പ്രവർത്തകർ ധർണയിൽ അണിനിരന്നു. സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിലും ക്ഷേമ പദ്ധതികൾ നിർത്തലാക്കിയതിലും പ്രതിഷേധിച്ചാണ് ഇളംദേശം ബ്ലോക്ക് ആലക്കോട് പഞ്ചായത്ത് കോൺഗ്രസ് മെമ്പർമാർ ധർണ സംഘടിപ്പിച്ചത്. മാത്യു കെ ജോണിന്റെ അധ്യക്ഷതയിൽ ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ചേർന്ന യോഗത്തിന്റെ ഉദ്ഘാടനം DCC സെക്രട്ടറി തോമസ് മാത്യു കക്കുഴി നിർവഹിച്ചു. അതായത് ഒരു മാസം പൂർത്തിയാകുമ്പോൾ അഡ്വാൻസ് ഈ പെൻഷൻ കൊടുക്കാൻ ഗവൺമെന്റ് തരാം. ആ പണം അവർക്ക് മറ്റു കാര്യത്തിൽ എല്ലാ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കൊടുത്തു. നിർമ്മാണ തൊഴിലാളികളുടെ 11 മാസം അതിൻ്റെ 500 കോടി അതെടുത്ത് മറ്റു കാര്യങ്ങൾ ഇങ്ങനെ അതിഭയങ്കരമായ സാമ്പത്തിക ഇവരുടെ ദൂരത്തുകൊണ്ട് സംസ്ഥാനത്ത് അതിഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടുപോവുകയാണ്. ഇതിനെതിരെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ പഞ്ചായത്തിലും ഉദ്യോഗസ്ഥരും
ഇവിടുത്തെ സമര പരിപാടികൾ. ഇടത് സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ നടത്തിയ ധർണയിൽ നിരവധി പേർ പങ്കെടുത്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടോമി കാവാലം, ജിജി സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ്, സിബി ദാമോദരൻ, കെ രവി, ആൻസി സോജൻ, നൈസി ഡെനിൽ, മിനി ജെറി, ലിഗിൽ ജോ, നിസാമോൾ ഇബ്രാഹിം, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CV ജോമോൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇളംദേശം. മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആനക്കുളത്ത് പുഴയിൽ വെള്ളം കുടിക്കാൻ കാട്ടാനകൾ എത്തിയോ എന്നറിയാൻ ടെലഗ്രാം ചാനലുമായി വനം വകുപ്പ്. ആനക്കുളം എലഫന്റ് ഓർ എന്ന പേരിലാണ് വനം വകുപ്പ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ചാനലിൽ കയറി ആനയുണ്ടോ എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മൂന്നാർ പോലെയുള്ള മേഖലയിൽ നിന്നും സഞ്ചാരികൾക്ക് ഇവിടെ എത്തി ആനക്കൂട്ടത്തെ കണ്ട് തിരിച്ചു പോകുവാൻ സഹായകരമാകുന്നതാണ് പദ്ധതി. ഈറ്റച്ചോല ആറ്റിൽ നിന്നും വെള്ളം കുടിക്കാനായിട്ടാണ് കാട്ടാനകൾ കൂട്ടമായി ആനക്കുളത്തെത്തുന്നത്. ഈ കൗതുക കാഴ്ച കാണാമെന്ന പ്രതീക്ഷയോടെ ഇവിടേക്ക് നിരവധി സഞ്ചാരികൾ എത്തുന്നുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ സഞ്ചാരികൾ എത്തുമ്പോൾ ആനകളെ കാണാറില്ല. ഇതിന് പരിഹാരം എന്നോണം ആനക്കുളം എലഫന്റ് ഓർ എന്ന പേരിൽ ഒരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിരിക്കുകയാണ് വനം വകുപ്പ്. ആനക്കുളത്ത് ആനക്കൂട്ടം വെള്ളം കുടിക്കാൻ എത്തുന്ന സമയത്ത് തന്നെ തത്സമയ ദൃശ്യങ്ങൾ സഹിതം സഞ്ചാരികൾക്ക് അറിയിപ്പ് നൽകാനാണ് ചാനൽ സജ്ജമാക്കിയിരിക്കുന്നത്. കാട്ടാനകളെ കാണുവാൻ ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കുകയാണ് ഇതുകൊണ്ട് വനം വകുപ്പ് ഉദ്ദേശിക്കുന്നത്. ചാനലിൽ കയറി ആനയുണ്ടോ എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മൂന്നാർ പോലുള്ള മേഖലയിൽ നിന്നും സഞ്ചാരികൾക്ക് ഇവിടെ എത്തി ആനക്കൂട്ടത്തെ കണ്ട് തിരിച്ചു പോകുവാൻ കഴിയും. ഇതുവരെ ആനക്കുളത്ത് ആനയുണ്ടോ എന്ന് തദ്ദേശീയരായ ആളുകളെ ഫോണിൽ ബന്ധപ്പെട്ടതിന് ശേഷമാണ് സഞ്ചാരികളുമായി ജീപ്പ് ഡ്രൈവർമാർ ഇവിടെ എത്തിയിരുന്നത്. മാങ്കുളം ഫോറസ്റ്റ് ഡിവിഷനാണ് ടെലിഗ്രാം ചാനൽ ഒരുക്കിയിരിക്കുന്നത്. ഇതിനായി വനം വകുപ്പ് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ചാനലിൽ സഞ്ചാരികൾക്കും നാട്ടുകാർക്കും ചേരുന്നതിനായി ഒരു QR കോഡും വനം വകുപ്പ് സജ്ജമാക്കിയിട്ടുണ്ട്. ആനകൾ വെള്ളം കുടിക്കാൻ എത്തുന്ന ആനക്കുളം ഇടുക്കിയുടെ ടൂറിസം മാപ്പിലെ പ്രധാന സ്ഥലമാണ്. വേനൽക്കാലമായതോടെ ദിവസവും നിരവധി കാട്ടാനകളാണ് ആനക്കുളം പുഴയിൽ വെള്ളം കുടിക്കാൻ എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, മാങ്കുളം. കോതമംഗലം രൂപത കേരള ലേബർ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ക്ഷേമനിധി കാർഡുകൾ വിതരണം ചെയ്തു. നിർമ്മലമാത ചർച്ച് വികാരി ഫാദർ ജെയിംസ് കക്കുഴി ഉദ്ഘാടനം ചെയ്തു. KLM രൂപത പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് മാത്യു അധ്യക്ഷത വഹിച്ചു. കാരക്കുന്നം ഇടവകയ്ക്ക് KLM വെൽഫെയർ അവാർഡ് 2023 കൈമാറി. അസംഘടിത തൊഴിലാളി ക്ഷേമനിധിയുടെ അംഗത്വ കാർഡുകൾ കോതമംഗലം രൂപത കേരള ലേബർ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു. KLM രൂപത പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് മാത്യുവിന്റെ അധ്യക്ഷതയിൽ മൂവാറ്റുപുഴ നിർമ്മല മാതാ ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം നിർമ്മല മാതാ ചർച്ച് വികാരി ഫാദർ ജെയിംസ് കക്കുഴി നിർവഹിച്ചു. ഉദാഹരണത്തിന് ഇന്ന് നിങ്ങൾ ഇത്രയും പേര് അസംഘടിത തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായി ചേർന്നിട്ടുണ്ട്. ഇനി മുതൽ ഓരോ വർഷവും നിങ്ങൾ സർക്കാർ പറയുന്ന നിശ്ചിത തുക അടച്ചുകൊണ്ടിരിക്കുന്നു. ഈ അടയ്ക്കുന്ന തുക മുഴുവൻ നിങ്ങൾക്ക് 60 വയസ്സാകുമ്പോൾ ഏതാണ്ട് 5% പലിശയോട് ചേർത്ത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് തിരിച്ചു തരികയും പിന്നീടുള്ള ഓരോ മാസവും സർക്കാർ പറയുന്ന ആ പെൻഷൻ നമുക്ക് നൽകുകയും ചെയ്തുകൊണ്ടാണ് മുൻപോട്ട് പോവുക. ഇപ്പോ ഈ അടുത്ത സമയങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്ലാസ്സുകൾക്കൊക്കെ പോയപ്പോൾ ചിലയിടങ്ങളിൽ ചിലർ പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് 3-4 മാസമായി പെൻഷൻ കിട്ടിയിട്ട്. ഇന്നലെ ഒരാൾ വിളിച്ചു, അച്ഛാ 3 മാസത്തെ പെൻഷൻ കയറിയിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിനകത്ത് അത് 100% ഉറപ്പാണ്. കാരണം ഏത് സർക്കാർ മാറി മാറി വന്നാലും സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി കൃത്യമായിട്ട് വോട്ട് കിട്ടുക എന്നുള്ളതാണ്. കാരണം വോട്ട് കിട്ടണമെങ്കിൽ നമ്മളെപ്പോലെയുള്ള സാധാരണ ആളുകൾ മനസ്സ് വെക്കണം. സാധാരണ ജനത്തിന്റെ ആ ഒരു വോട്ട് നേടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് അവന് കൊടുക്കുന്ന പെൻഷൻ, സംശയമില്ല കാര്യത്തിനകത്ത്. അപ്പൊ അത് കൃത്യമായിട്ട് എങ്ങനെയാണെങ്കിലും എവിടുന്നാണെങ്കിലും അവസാനം ആകുമ്പോഴത്തേക്കും അത് കുടിശ്ശിക കൂടാതെ തരും. KLM രൂപത ഡയറക്ടർ ഫാദർ അരുൺ വലിയ താഴത്ത് മുഖ്യപ്രഭാഷണം നടത്തി. രൂപതയിൽ ഏറ്റവും കൂടുതൽ ക്ഷേമനിധി അംഗങ്ങളെ ചേർത്ത കാരക്കുന്നം ഇടവകയ്ക്ക് KLM വെൽഫെയർ അവാർഡ് ലഭിച്ചു. വികാരി ഫാദർ ജോർജ് വള്ളോംകുന്നിൽ അവാർഡ് ഏറ്റുവാങ്ങി. ജയൻ റാത്തപ്പിള്ളിൽ, അജി ജിജോ, ലിറ്റി പ്രോണി, ജിൻഡോ സെബാസ്റ്റ്യൻ, ഡയാന ജോൺസൺ കറുകപ്പള്ളിൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ. അടിമാലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ആവറുകുട്ടി വനമേഖലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ഉൾവനത്തിൽ പാറയിടുക്കിന് സമീപമാണ് മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. 60-നും 70-നും ഇടയിൽ പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളതെന്നും അന്വേഷണം ആരംഭിച്ചതായും അടിമാലി പോലീസ് അറിയിച്ചു. അടിമാലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ആവറുകുട്ടി വനമേഖലയിലാണ് കഴിഞ്ഞ ദിവസം അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത്.
ആവറക്കുട്ടിയിൽ നിന്നും മാങ്കുളത്തിന് പോകുന്ന വഴിയിൽ നിന്നും ഏകദേശം 3.5 കിലോമീറ്ററോളം ഉൾവനത്തിൽ പാറയിടുക്കിന് സമീപമാണ് മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. 60-നും 70-നും ഇടയിൽ പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത്. സംഭവത്തിൽ അടിമാലി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മൃതദേഹം കണ്ടെത്തിയതിന് സമീപ പ്രദേശങ്ങളിൽ നിന്നും സമാന പ്രായക്കാരെ കാണാതായിട്ടുണ്ടെങ്കിൽ വിവരം അറിയിക്കേണ്ടതാണെന്ന് പോലീസ് പറഞ്ഞു. കണ്ടെത്തിയ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് ഇടുക്കി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. മൃതദേഹത്തിന് ഏകദേശം 1 മാസത്തോളം പഴക്കമുണ്ടാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, അടിമാലി. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അവതരിപ്പിച്ച 2024-25 വാർഷിക ബജറ്റ് കോൺഗ്രസ് പ്രതിപക്ഷ അംഗങ്ങൾ ബഹിഷ്കരിച്ചു. പഞ്ചായത്തിലെ വാർഡുകളുടെ പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കുന്ന ഫണ്ടുകൾ തുല്യമായി വീതിച്ചു നൽകുന്നില്ല എന്നും കോൺഗ്രസ് പ്രതിപക്ഷ അംഗങ്ങളെ അകറ്റി നിർത്തുകയാണ് എന്നും ആരോപിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് പ്രതിപക്ഷ അംഗങ്ങൾ ബജറ്റ് ബഹിഷ്കരിച്ചത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് അവതരിപ്പിച്ച 2024-25 വാർഷിക ബഡ്ജറ്റാണ് കോൺഗ്രസ് പ്രതിപക്ഷാംഗങ്ങൾ ബഹിഷ്കരിച്ചത്. ബഡ്ജറ്റ് അവതരിപ്പിച്ച് അംഗീകാരം ലഭിക്കുന്നതിനായി ഉള്ള യോഗത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി മുൻപാകെ വിയോജനക്കുറിപ്പ് സമർപ്പിച്ച ശേഷമാണ് പഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങൾ ബഡ്ജറ്റ് ബഹിഷ്കരണം നടത്തിയത്. പ്രതിപക്ഷാംഗങ്ങൾ ബഡ്ജറ്റ് ബഹിഷ്കരണം നടത്തിയത് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ 23 വാർഡുകളിലും വികസന പ്രവർത്തനങ്ങൾക്കായി അനുവദിക്കുന്ന ഫണ്ടുകൾ കൃത്യമായി വീതിക്കുന്നില്ല എന്നും ഭരണപക്ഷത്തെ മെമ്പർമാരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ബഡ്ജറ്റ് ചർച്ച നടത്തിക്കൊണ്ടുവന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചതെന്നും കോൺഗ്രസ് പ്രതിപക്ഷ അംഗങ്ങളോട് തീർത്തും അവഗണനയാണ് കാണിക്കുന്നതെന്നും കോൺഗ്രസ് വണ്ടിപ്പെരിയാർ പാർലമെന്റ് പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ SA ജയൻ ആരോപിച്ചു. നമ്മുടെ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ 23 വാർഡുകളാണുള്ളത്. ഈ വാർഡുകളിൽ ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ടുകൾ കൃത്യമായി അതാത് വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നതിന് തുല്യമായി വേണം ഫണ്ടുകൾ വീതിച്ചു തരാൻ. കമ്മിറ്റി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രോജക്റ്റുകൾ റെഡിയാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ യാദൃശ്യം വെച്ചാൽ ഈ 2 ദിവസത്തിന് മുന്നേ ആ പ്രോജക്റ്റുകളെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് 12 മണി രാത്രിക്കാണ് കുറച്ച് LDF പാർട്ടിക്കാരും അതുപോലെ തന്നെ പ്രസിഡന്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും കൂടെ കൂടി ചില LDF മെമ്പർമാർക്ക് വേണ്ടി മാത്രം തുക കൂട്ടി വകയിരുത്തിക്കൊണ്ട് നടപ്പിലാക്കിയിരിക്കുന്നു. ഇത് സംബന്ധമായി UDFന്റെ 7 മെമ്പർമാരാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലുള്ളത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ UDF മെമ്പർമാർ അറിഞ്ഞിട്ടില്ല. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വൈസ് പ്രസിഡന്റ് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ മെമ്പർ അറിഞ്ഞിട്ടില്ല. അറിയാതെയാണ്, കമ്മിറ്റി തീരുമാനം പോലും ഇല്ലാതെയാണ് ഈ പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധമായി ഇന്നലെ ഇടുക്കി കളക്ടർക്കും പ്ലാനിംഗ് ഉദ്യോഗസ്ഥർക്കും JDക്കും പരാതി ഞങ്ങൾ അയച്ചിട്ടുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു തീരുമാനം ഭരണസമിതിയിൽ നിന്ന് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ UDF മെമ്പർമാർ പ്രതികരിക്കും. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ഇത്തവണത്തെ ഭരണസമിതിയിൽ 7 കോൺഗ്രസ് മെമ്പർമാരാണ് ഉള്ളത്. വാർഡുകളിലെ വികസനത്തിനായി ഫണ്ടുകൾ അനുവദിക്കുമ്പോൾ കോൺഗ്രസ് വാർഡ് മെമ്പർമാരെ അവഗണിക്കുകയാണ് ചെയ്യുന്നതെന്നും ഇവർ ആരോപിച്ചു. ഇത് സംബന്ധിച്ച് ഇടുക്കി ജില്ലാ കളക്ടർക്കും ജില്ലാ പ്ലാനിംഗ് ഉദ്യോഗസ്ഥർക്കും JDക്കും പരാതി അയച്ചതായും കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളായ പ്രിയങ്ക മഹേഷ്, പഞ്ച നാഗരാജ്, സുധ റാണി, ഷക്കീല രാജേഷ്, മുനിയ ലക്ഷ്മി, ഗീത ചെല്ലദുരൈ തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കാര്യാലയത്തിനു മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി R ഗണേശൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ പ്രസിഡന്റ് ഭരിക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ പഞ്ചായത്തിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്ന് UDF നേതാക്കൾ ആരോപിച്ചു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക, സാമൂഹിക പെൻഷൻ ഉടൻ അനുവദിക്കുക, വികസന മുരടിപ്പ് അവസാനിപ്പിക്കുക, ബഡ്ജറ്റിലെ തുകകൾ ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KPCCയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളിലും അതാത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായാണ് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കാര്യാലയത്തിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പാർലമെന്ററി ലീഡർ SA ജയൻ അധ്യക്ഷനായ പ്രതിഷേധ ധർണയിൽ മഹിളാ കോൺഗ്രസ് വാളാടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പ്രിയങ്ക മഹേഷ് സ്വാഗതം ആശംസിച്ചു. DCC ജനറൽ സെക്രട്ടറി R ഗണേശൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു.
ഈ വർഷം നടപ്പിലാക്കേണ്ട ഈ ബഡ്ജറ്റിൽ അവതരിപ്പിക്കേണ്ട പ്രോജക്റ്റുകൾ ജില്ലാ പ്ലാനിംഗ് കമ്മീഷന്റെ അനുമതിക്ക് വേണ്ടി DPCയുടെ അനുമതിക്ക് വേണ്ടി നൽകേണ്ട പ്രോജക്റ്റുകൾ വളരെ വിശദമായി പഞ്ചായത്ത് കമ്മിറ്റികൾ കൂടി തീരുമാനമെടുത്ത് വേണം പഞ്ചായത്ത് സെക്രട്ടറി അത് DPCക്ക് അയക്കാൻ. ഇവിടെ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. പ്രിയമുള്ളവരെ, ഇവിടെ പഞ്ചായത്ത് കമ്മിറ്റി കൂടാതെ രാത്രി കാലങ്ങളിൽ CPMന് വേണ്ടപ്പെട്ട മെമ്പർമാർ കൂടിയിരുന്നു കൊണ്ട് അത് ഇടതുപക്ഷമെന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം ഇടതുപക്ഷത്തിൽ അംഗമായിരിക്കുന്ന വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൻ്റെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൈകാര്യം ചെയ്യുന്ന CPI എന്ന് പറയുന്ന ഇടതുപക്ഷ പാർട്ടിയെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ട് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ വെറും കാഴ്ചക്കാരനാക്കിക്കൊണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ചില സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാരും ചേർന്നുകൊണ്ട് രാത്രി കാലങ്ങളിൽ കമ്മിറ്റി കൂടി അവരുടെ പാർട്ടി ഓഫീസുകളിൽ ഇരുന്നു കൊണ്ട് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിന്റെ പ്രോജക്റ്റുകൾ തീരുമാനിക്കുന്ന തരത്തിലേക്ക് വണ്ടിപ്പെരിയാറിലെ പ്രവർത്തനങ്ങൾ, വണ്ടിപ്പെരിയാർ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ മോശമായിരിക്കുന്നതിനാൽ അതിനെതിരെ പ്രതിഷേധിക്കേണ്ട ബാധ്യത പ്രധാന പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിക്ഷിപ്തമാണ്. പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ പ്രസിഡന്റ് ഭരിക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ പഞ്ചായത്തായ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പാണ് നടക്കുന്നതെന്നും കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധ ധർണയിൽ ആരോപിച്ചു. DCC ജനറൽ സെക്രട്ടറി PA അബ്ദുൾ റഷീദ്, കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജൻ കൊഴുവൻ മക്കൾ, നേതാക്കളായ M ഉദയസൂര്യൻ, KA സിദ്ദിഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സുധാ റാണി, പഞ്ച നാഗരാജ്, ഷക്കീല രാജേഷ്, മുനിയലക്ഷ്മി, ഗീതാ ചെല്ലദുരൈ തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. ചുരുളി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ 4 ദിവസങ്ങളിലായി നടന്നുവന്ന ഉത്രട്ടാതി മഹോത്സവത്തിന് കൊടിയിറങ്ങി. ക്ഷേത്ര ആചാര ചടങ്ങുകൾക്ക് ശേഷം പകൽപൂര ഘോഷയാത്രയോടെ ആരംഭിച്ച സമാപന പരിപാടികൾക്ക് SNDP ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടക്കയത്ത് നേതൃത്വം നൽകി. ചുരുളി SNDP ശാഖ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ 4 ദിവസമേ നടന്നുവന്ന ഉത്രട്ടാതി മഹോത്സവത്തിന് കൊടിയിറങ്ങി. ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച പകൽപൂര ഘോഷയാത്രയിൽ താലപ്പൊലി, കാവടി, അമ്മൻകുടം, വിവിധ വാദ്യമേളങ്ങൾ, കരകമയൂര നൃത്തം, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ ആരംഭിച്ച ഘോഷയാത്ര ചുരുളി ടൗൺ ചുറ്റി ചേലച്ചൂട്ടിലെത്തി ക്ഷേത്ര സന്നിധിയിൽ സമാപിച്ചു. ചുരുളി സെന്റ് തോമസ് ഫൊറോന ചർച്ച് അസിസ്റ്റന്റ് വികാരി ഫാദർ അഖിലിന്റെ നേതൃത്വത്തിൽ കൈക്കാരന്മാരും പള്ളി കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് ചുരുളി പള്ളി കവാടത്തിൽ പകൽപൂര ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി. തുടർന്ന് ദീപാരാധന, കൊടിയിറക്ക്, മംഗളപൂജ, അത്താഴപൂജ എന്നിവയ്ക്ക് ശേഷം നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ശാഖാ പ്രസിഡന്റ് കലേഷ് രാജു അധ്യക്ഷനായി. SNDP ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ ഗ്രാമത്തിന്റെ ശക്തിയും ചൈതന്യവും മതേതരത്വവും എല്ലാം കാത്തുസൂക്ഷിക്കുന്നതിന്റെ തെളിവായി തിരുവറയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര കത്തോലിക്ക ദേവാലയത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ ഘോഷയാത്രയെ എതിരേൽക്കുവാനും സ്വീകരിക്കുവാനും ഒക്കെ ക്രിസ്തീയ സഹോദരങ്ങൾ കാണിച്ച വലിയ മനസ്സിന് ഈ ഗ്രാമത്തിന്റെ യശസ് ഉയർത്തുന്ന തരത്തിൽ അവർ കാണിച്ച വലിയ മനസ്സ് നമ്മുടെ നാടിന്റെ ശാശ്വതമായ ശാന്തിക്കും സമാധാനത്തിനും മതേതരത്തിന്റെ കാത്തുസൂക്ഷിപ്പിനുമെല്ലാം പള്ളി അസിസ്റ്റന്റ് വികാരി അഖിലച്ചന്റെ നേതൃത്വത്തിൽ ഇടവക കൈക്കാരും ഭക്തജനങ്ങളുമെല്ലാം ഗുരുവിന്റെ തിടമ്പിനെയും ഘോഷയാത്രയെയും സ്വീകരിച്ച് യാത്രയായിരുന്നു. MN ഷൺമുഖദാസ്, അനീഷ് പച്ചിലാംകുന്നേൽ, PK മോഹൻദാസ്, KN പ്രസാദ്, ബൈജു ശിവൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് ജോബി പാല അവതരിപ്പിച്ച മെഗാ ഷോയും വേദിയിൽ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റായി എൽദോസ് കടമറ്റം ചുമതലയേറ്റു. സ്ഥാനാരോഹണം ചടങ്ങ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ജോബി ചെമ്മല ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെ അടിമാലി മണ്ഡലം പ്രസിഡന്റായി എൽദോസ് കടമറ്റം ചുമതലയേറ്റു. അടിമാലി കോൺഗ്രസ് ഭവനിൽ ചേർന്ന യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ജോബി ചെമ്മല ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ 7.5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ യുവജന ശബ്ദങ്ങളെ അല്ലെങ്കിൽ പ്രതിപക്ഷ ശബ്ദങ്ങളെ അടിച്ചമർത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. യൂത്ത് കോൺഗ്രസും KSUവും ഒക്കെ
നിരന്തരമായ തെരുവുകളിൽ സമരത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള നരാധമ സദസ്സ് ഈ നാട്ടിലൂടെ നടന്നപ്പോൾ ഏറ്റവും അധികം പാവപ്പെട്ടവന്റെ വിഷയങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ധൂർത്ത് സദസ്സിനെതിരെ സമരം ചെയ്തിട്ടുള്ളത് ഞാനും നിങ്ങളുമൊക്കെ പ്രതിദാനം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസും KSUവും ഒക്കെ ആയിരുന്നു. കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, സംസ്ഥാന സെക്രട്ടറി ഷിൻസ് എലിയാസ്, DCC വൈസ് പ്രസിഡന്റ് PV സ്കറിയ, KI ജീസസ്, ബാബു P കുര്യാക്കോസ്, TS സിദ്ദിഖ്, ജോൺസി ഐസക്, പോൾ മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ നിയോജക മണ്ഡലത്തിലെ 4ാമത്തെ മണ്ഡലം കമ്മിറ്റിയാണ് ചാർജ് എടുക്കപ്പെടുന്നത്. ഇവിടെ എൽദോയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഉത്തരവാദിത്തമാണ് വരും ദിവസങ്ങളിൽ ഈ 3 വർഷങ്ങളിലുള്ളത്. അതോടൊപ്പം തന്നെ KPCCയുടെയും KPC പ്രസിഡന്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ജാഥ കടന്നു വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് അടിമാലിയാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എന്ന് പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കീ പോസ്റ്റാണ്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട KSU ഭാരവാഹികൾക്കും യോഗത്തിൽ സ്വീകരണമൊരുക്കി. പുതുതായി എത്തിയ പ്രവർത്തകർക്ക് യൂത്ത് കോൺഗ്രസ് മെമ്പർഷിപ്പ് നൽകി. KSUവിലൂടെ പൊതുരംഗത്തേക്ക് വന്ന എൽദോസ് കടമറ്റം യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയായി പ്രവർത്തനം നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നുവെന്ന ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനമിഴി 2024 സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തി. നേശ്ശേരി തൂക്കുംപസാടിൽ റോഡ് നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് 15-ന് സൂചന ബസ് സമരം നടത്തുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആനക്കുളത്ത് പുഴയിൽ വെള്ളം കുടിക്കാൻ കാട്ടാനകൾ എത്തിയോ എന്നറിയാൻ ടെലഗ്രാം ചാനലുമായി വനംവകുപ്പ്. ആനക്കുളം എലഫന്റ് ഓർ എന്ന പേരിലാണ് വനംവകുപ്പ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അടിമാലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ആവറുകുട്ടി വനമേഖലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ഉൾവനത്തിൽ പാറയിടുക്കിന് സമീപമാണ് മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.